അഹമ്മദാബാദ് ദുരന്തഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ അഹമ്മദാബാദിൽ നിന്ന് ചേരുകയാണ്. ശ്രീനാഥ്, പ്രധാനമന്ത്രി എപ്പോഴാണ് എത്തിയത്? അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി ഇങ്ങോട്ട് എത്തിയത്. SKN വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് വേഗത്തിൽ നേരെ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഇപ്പോൾ ദുരന്തം നടന്ന മേഖലയിലേക്ക് പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം നിരീക്ഷണം നടത്തുന്നു. അവിടെ നിന്ന് ഈ ദുരന്ത മേഖലയിൽ നിന്ന് കുറച്ച് അകലെയായാണ് ഇപ്പോൾ മാധ്യമങ്ങളെ അടക്കം ഈ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് നിന്ന് ആ ദൃശ്യങ്ങൾ പകർത്താൻ ഇപ്പോൾ കഴിയില്ല. പക്ഷേ പ്രധാനമന്ത്രി ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ രാവിലെ 8 മണിയോടെ എത്തുമെന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അറിയിപ്പ്. എന്നാൽ 9 മണിയോട് അടുപ്പിച്ചാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നേരെ ഈ ദുരന്ത ഭൂമിയിലേക്ക് പ്രധാനമന്ത്രി വരുന്നു. അതിനുശേഷം ആശുപത്രിയിലും അദ്ദേഹം സന്ദർശനം നടത്തും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ മുൻ മുഖ്യമന്ത്രി വിജയ് റൂപാണിയുടെ വസതിയിലേക്ക് അടക്കം പ്രധാനമന്ത്രി എത്തും. നേരത്തെ ഇന്നലെ രാത്രിയോടെ നമ്മളിവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ബ്രിട്ടീഷ് എംബസിയുടെ ജീവനക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയത്. അവർ ഇവിടെ പരിശോധന നടത്തുകയും ഇവിടുത്തെ സാഹചര്യം എന്താണെന്ന് ചിത്രങ്ങളടക്കം പകർത്തിയാണ് അവർ മടങ്ങിയത്. പിന്നീട് അവർ സ്വാഭാവികമായും ബ്രിട്ടന് ആ തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകുകയും ചെയ്യും. അമേരിക്കൻ എംബസിയിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥരും ഇന്നലെ എത്തിയിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി കൂടി എത്തുന്നു. NDRFന്റെ ഉയർന്ന ഡയറക്ടർ ജനറൽ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നതും നമ്മൾ അറിയുന്നു. മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ ഈ സന്ദർശനത്തിൽ അനുഗമിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഇവരൊക്കെ തന്നെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഗ്വി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അവരൊക്കെ ഇന്നലെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലും ദുരന്ത മേഖലയിൽ അടക്കമുള്ള സന്ദർശനത്തിലും അവർ ഒപ്പമുണ്ട് എന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടങ്ങുകയാണ്. അദ്ദേഹം ആദ്യം ദുരന്ത ഭൂമിയിലേക്ക് വരുന്നു, പിന്നാലെ ആശുപത്രിയിലേക്ക് പോകും എന്നതാണ് മനസ്സിലാക്കുന്നത്. സിവിൽ ആശുപത്രിയിൽ ഏതാണ്ട് 50ഓളം പേർ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിലുണ്ട് എന്നതാണ് നമ്മൾ അറിയുന്നത്. ചിലരുടെ നില ഗുരുതരവുമാണ്. അവിടേക്ക് അദ്ദേഹം നേരിട്ടെത്തുകയും അവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒന്ന് വിലയിരുത്തുകയും ചെയ്യും. മാത്രമല്ല പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേക സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇന്ന് അത്തരമൊരു കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുമില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏതായാലും ഇന്ന് തുടങ്ങുകയാണ്. പ്രധാനമന്ത്രിയുടെ നാടാണ് ഗുജറാത്ത്. അവിടെ നടന്ന ഒരു വലിയ ഒരു ദുരന്തം, ആ ദുരന്ത മേഖലയിലേക്ക് പ്രധാനമന്ത്രി നേരിട്ടെത്തുകയാണ്. ഇന്നലെ ഈ അപകടം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇതിന്റെ ഒരു വ്യാപ്തി കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ കേന്ദ്ര ഏജൻസികളെ, സേനാ വിഭാഗങ്ങളെ, NDRFനെ, ആർമിയെ, BSFനെ ഒക്കെ തന്നെ വളരെ വേഗത്തിൽ ഇങ്ങോട്ടേക്ക് അയക്കാൻ കഴിഞ്ഞത്. NDRFന്റെ 3 സംഘങ്ങൾ വളരെ വേഗത്തിൽ ആദ്യ മണിക്കൂറുകൾ തന്നെ ഇവിടെ ഓടിയെത്തിയിരുന്നു. അവരാണ് ആദ്യഘട്ടത്തിൽ രക്ഷാദൗത്യം ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ ഒപ്പം നടത്തിയത്. അവർ അവിടെ ആ സേവനം NDRFന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് രാവിലെയും NDRFന്റെ വലിയ സംഘം ഇവിടെയുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ ഈ അവശിഷ്ടങ്ങളും മറ്റും ക്ലിയർ ചെയ്യേണ്ടതുണ്ട്, ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതേസമയം തന്നെ എന്തെങ്കിലും അവിടെ ബാക്കിയുണ്ടോ എന്നത് പരിശോധിക്കാനാണ് ഈ NDRFന്റെ നായയെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ സേവനങ്ങൾ കൂടി ഇവിടെ ഉപയോഗപ്പെടുത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നലെ പൊളിച്ച ഈ ഫയർഫോഴ്സിന് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി പൊളിച്ച മതിലും മറ്റുമൊക്കെ ഇന്നിപ്പോൾ താൽക്കാലികമായി അവിടെ പ്രത്യേക ഗേറ്റ് വെച്ച് മറച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വരവ് കൂടി പരിഗണിച്ചിട്ടാണ്, അതിൻ്റെ ഒരു സുരക്ഷ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ തരത്തിൽ ചെയ്തതായി നമ്മൾ കാണുന്നത്. കുറച്ച് അകലെയാണ് ഇപ്പോൾ മാധ്യമങ്ങളെയും ജനങ്ങളെയൊക്കെ തന്നെ ഇപ്പോൾ തടഞ്ഞിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇപ്പോൾ പുരോഗമിക്കുന്നു. ചന്ദ്രനാണ് നമുക്കൊപ്പം അഹമ്മദാബാദിൽ നിന്ന് ചേർന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഈ ദുരന്തഭൂമി സന്ദർശിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം അപകടത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രാവേളയിൽ വിലയിരുത്തും. അത് കഴിഞ്ഞാൽ അദ്ദേഹം ആശുപത്രിയിലെത്തി പരിക്കേറ്റ ആളുകളെ സന്ദർശിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം.